ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടിവിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 45-ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എടുത്തുചാട്ടം ഉപകാരപ്രദമോ? ഒരിക്കൽ കിണറ്റിൽ അകപ്പെട്ടു പോയ കുറുക്കന് ഒരു കാരണവശാലും മുകളിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ ഒരു ആട്ടിൻകുട്ടി ആ കിണറിന് അരികിൽ വന്നു. ഈ കിണറിൻ്റെ അരികിൽ നിന്ന് ഈ കുറുക്കനെ നോക്കുകയാണ് ഈ ആട്ടിൻകുട്ടി. കുറുക്കൻ്റെ കുശാഗ്ര ബുദ്ധി ആ സമയത്തും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ആട്ടിൻകുട്ടി കുറുക്കനോട് ചോദിച്ചു, എന്താണ് ഇവിടെ എന്ന്. കുറുക്കൻ മറുപടി പറഞ്ഞു, കനമുള്ള പച്ചപ്പുല്ലാണ് ഇവിടെ എന്ന് പറഞ്ഞു. ആട്ടിൻകുട്ടി ചോദിച്ചു, നീ ഈ പുല്ല് കഴിക്കില്ലല്ലോ എന്ന്. കുറുക്കൻ വിഷയം മാറ്റി അവൻ വാചാലനായിട്ട് സംസാരിക്കുവാനായി തുടങ്ങി. അവസാനം ആട്ടിൻകുട്ടിക്ക് എങ്ങനെയും ഈ പുല്ല് തന്നെ തിന്നണം, കരസ്ഥമാക്കണമെന്ന ആഗ്രഹമുണ്ടായി. കുറുക്കനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുറുക്കൻ മറുപടി പറഞ്ഞു, നീ എടുത്ത് ചാടുക, കാരണം പുല്ലിന് നല്ല കനമുണ്ട്, അതുകൊണ്ട് നീ കിണറിൻ്റെ ആഴങ്ങളിലേക്ക് പോവില്ല, എടുത്തു ചാടിക്കോളാൻ പറഞ്ഞു. ആട്ടിൻകുട്ടി അധികമൊന്നും ആലോചിച്ചില്ല, അവൻ ഈ കിണറ്റിലേക്ക് എടുത്തു ചാടി. ആട്ടിൻകുട്ടി കിണറ്റിൽ എത്തിയ ഉടനെ തന്നെ ഈ കുറുക്കൻ ആട്ടിൻകുട്ടിയുടെ മുകളിലേക്ക് ചാടിക്കയറുകയും പതുക്കെ കിണറിന് മുകളിലെത്തുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ? എടുത്തുചാട്ടം അത് ഉപകാരപ്രദമായി മാറുന്നുണ്ടോ? നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും എല്ലാം ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ താളം തെറ്റുകയാണ് ചെയ്യുന്നത്. ആളുകളുടെയും സംഭവങ്ങളുടെയും ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഈ കാലയളവിൽ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ കേരളത്തിനകത്തും പുറത്തുമുള്ള വിദ്യാലയങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നല്ല വിശ്വാസമുള്ള കുടുംബത്തിലൊക്കെ വളർന്നു വന്ന വിദ്യാർത്ഥികൾ അവരൊക്കെ പതുക്കെ അറിയാതെ ചില തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്ന അവസ്ഥയും അവരുടെയൊക്കെ ജീവിതം വളരെ ദയനീയമായ അവസ്ഥയിലൂടെ നീങ്ങുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ. എനിക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കൊക്കെ ചെന്നു, പഠിക്കാനായിട്ട് നല്ല സ്ട്രെസ് ഉണ്ട്, ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം, രാത്രിയിലൊക്കെ ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ ഒരിടത്തേക്കും അങ്ങ് എത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പം കൂടെയുള്ള കുട്ടികൾ സജസ്റ്റ് ചെയ്യാറുണ്ട്, ഈ ഒരു സാധനം അത് കഴിച്ചാൽ വലിയ എനർജി കിട്ടും, അങ്ങനെ പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് പറ്റും, കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടുപോയ വിദ്യാർത്ഥികളെ എനിക്കറിയാം പ്രിയപ്പെട്ടവരെ. അവരൊക്കെ ലഹരി വസ്തുക്കളിലേക്ക് പതുക്കെ അകപ്പെടുകയാണ് ചെയ്യുന്നത്. ആദ്യം തുടങ്ങുന്നത് പഠിക്കാനുള്ള ശക്തിയും ഊർജവും ഉന്മേഷവും ഒക്കെ ലഭിക്കുമെന്ന വിചാരത്തോടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തോടു കൂടിയാണ്. 2-3 ദിവസം കഴിയുമ്പോൾ ഇതില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മുടെ തലച്ചോറിലേക്ക് നാഡീ ഞരമ്പുകളുണ്ട്. ആ ഞരമ്പിനൊക്കെ പതുക്കെ ക്ഷയം സംഭവിക്കുകയാണ് ഇതുപോലുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ വികാരങ്ങളെ
നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. വിക്ഷോഭങ്ങളുടെയൊക്കെ പിന്നില് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യം, ലഹരി വസ്തുക്കളിലേക്ക് അടിമപ്പെട്ടു പോയി കഴിയുമ്പോൾ തന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. നമുക്കറിയാം, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ചാനൽ ശരിയാവുകയാണെങ്കിൽ ലൈറ്റ് കത്തും. ഇതുപോലെ തലച്ചോറിലേക്ക് വരുന്ന സിഗ്നലുകൾ കൃത്യമാണെങ്കിൽ അതിനനുസരിച്ച് തലച്ചോറിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. എന്നാൽ ആ നാഡീ ഞരമ്പുകൾക്കൊക്കെ ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമുക്കറിയാം, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെയും പത്രവാർത്തകളിലൂടെയൊക്കെ കണ്ടുവന്ന കാര്യം, വിദ്യാർത്ഥികളും വലിയവരൊക്കെ നിഷ്കരണം ഓരോ വ്യക്തികളെയും തെരുവുകളിൽ വെച്ച് ഇല്ലാതാക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെയൊക്കെ നിയന്ത്രണം നമ്മുടെ കൈവിട്ടുപോയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എടുത്തുചാട്ടം. കാരണം ഈ ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിനെ മരവിപ്പിച്ച് കളഞ്ഞു. നമ്മളൊക്കെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, മൃഗതുല്യമായ കാര്യങ്ങളല്ലേ ചെയ്യുന്നതെന്ന്. കാരണം ഇതുപോലുള്ള അവസ്ഥയിലേക്ക്, സ്ഥിതിവിശേഷങ്ങളിലേക്ക് പോയി കഴിയുമ്പോഴാണ് മനുഷ്യൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. അനുദിന ജീവിതത്തിൽ വിവേകപൂർവം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും ആവശ്യകത അനിവാര്യമാണ്. സുവിശേഷത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ കാണുവാൻ സാധിക്കുക, ഈശോയുടെ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുൻപ് രാത്രിയുടെ യാമങ്ങളിൽ പിതാവായ ദൈവത്തോട് നിശബ്ദമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഈശോയുടെ ഒരു ചിത്രം. ഏത് തീരുമാനങ്ങൾക്ക് പിന്നിലും വലിയൊരു നിശബ്ദതയുണ്ടായിരുന്നു, വലിയൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു ഈശോയുടെ ജീവിതത്തിൽ. എന്തിനേറെ, ഗത്സമനിയിൽ എത്തിയപ്പോൾ പോലും അവിടെയും ഒരു നിശബ്ദതയുണ്ടായിരുന്നു, അവിടെയും ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ നിശബ്ദതയും ആ പ്രാർത്ഥനയും ഒക്കെയാണ് സംയമനത്തോടെ ജീവിതത്തെ നേരിടുവാൻ ഈശോയ്ക്ക് ശക്തി പ്രദാനം ചെയ്തത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുൻപ് ഓർക്കുക, വലിയ നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ആവശ്യം അനിവാര്യമാണ് എന്ന്. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി, അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ചോ, ജീവിതത്തിൽ എടുത്ത ചില തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോയെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചോദിച്ചു, എന്ത് തീരുമാനമാണ് തെറ്റിപ്പോയത്? അദ്ദേഹം പറഞ്ഞു, അച്ചോ, ഏകദേശം 15-16 വർഷമായിട്ട് ഞാൻ ഡിവോഴ്സാണ്, വിവാഹമോചനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പതുക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അദ്ദേഹം കൂട്ടിച്ചേർത്തു, തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഞാനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഒന്ന് നിശബ്ദമായി ആ കാര്യത്തെ നേരിടുവാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ, ഒന്ന് പ്രാർത്ഥനാപൂർവം ആരെയെങ്കിലും ഒന്ന് സമീപിച്ച് ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവുകയായിരുന്നില്ല. വലിയ വേദനയാ, വലിയ വ്യതയാ. ഇനിയും എങ്ങനെയെങ്കിലും ഈ ജീവിതം വീണ്ടും ഒന്ന് കൂട്ടിയിണക്കുവാൻ സാധിക്കുമോ അച്ഛ എന്ന് വലിയ വേദനയോടെ അദ്ദേഹം എന്നോട് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ ഈ വേദനയിലൂടെ കടന്നുപോയവരായിരിക്കാം. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ചില വ്യക്തികളൊക്കെ ഇങ്ങനെയൊരു തീരുമാനം എടുക്കണമെന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് വേദനയുണ്ടാവാം. ഇവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ദൈവം 2 വ്യക്തികളെ യോജിപ്പിച്ചു. പക്ഷേ മുമ്പോട്ടുള്ള യാത്രയിൽ വ്യക്തമായ കാരണങ്ങളോ ഒന്നുമില്ലാതെ സ്വന്തമായ തീരുമാനങ്ങളൊക്കെ എടുത്ത് സ്വന്തമായ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ജീവിക്കുമ്പോൾ വലിയ വേദനയാ, വലിയ വ്യതയാ
ജീവിതത്തിൽ. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇതുപോലെ ജീവിതത്തിൽ എപ്പോഴോ എടുത്ത ഒരു തീരുമാനം കുറെ കഴിയുമ്പം അത് തെറ്റിപ്പോയി എന്ന് തോന്നുന്ന വ്യക്തികളുണ്ട്. അവരൊക്കെ ഓർക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, കരുണ ചൊരിയണമേ, നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും അവസ്ഥയിലൂടെ കടന്നു പോകാൻ, ഇതുപോലുള്ള തീരുമാനങ്ങൾക്ക് മുൻപ് അങ്ങയിലേക്ക് അഭയം തേടാൻ, അങ്ങ് ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നത് പോലെ ഒന്നിരിക്കാൻ ഇങ്ങനെയുള്ള കുടുംബങ്ങളെയും വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ചില എടുത്തുചാട്ടം ഒന്നിനും ഉപകരിക്കത്തില്ല. എന്നാൽ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ചില എടുത്തുചാട്ടങ്ങൾ ഉണ്ടായേ മതിയാകും. പ്രസിദ്ധ തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമായ കീർക്കെഗാഡ് പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്: വിശ്വാസമാകുന്ന എടുത്തുചാട്ടം കൊണ്ട് മാത്രമേ വിശ്വാസം സുദൃഢമാകുകയുള്ളൂ എന്ന്. അദ്ദേഹം അതിനുദാഹരണം പറഞ്ഞു വെക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിലെ 7ഉം 8ഉം വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക. ഈ മോറിയ മലയിലേക്ക് പോകുന്ന ആ നിമിഷങ്ങളിൽ ഇസഹാക്കിൻ്റെ ചോദ്യം: പിതാവേ, തീയും ഗന്ധകവും ഉണ്ടല്ലോ, ബലിക്കുള്ള കുഞ്ഞാടെവിടെ? വിശ്വാസമാകുന്ന ഒരു എടുത്തുചാട്ടം ഉണ്ടായിരുന്നു, ദൈവം തരുമെന്ന ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാം ധൈര്യത്തോടെ മറുപടി പറഞ്ഞു: മകനെ, അത് ദൈവം തരുമെന്ന്. മകനെ, അത് ദൈവം തരുമെന്ന്. ആ ഒരു മറുപടി, വിശ്വാസവും യുക്തിയുമൊക്കെ ഒരുമിച്ച് പോകണം. എന്നാൽ ഒരു സമയത്ത് വിശ്വാസമാകുന്ന ഒരു എടുത്തുചാട്ടം ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിശബ്ദതയിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കുവാനും, പ്രത്യേകിച്ച് നമ്മളെടുത്ത തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം തരുമെന്ന ബോധ്യത്തോടു കൂടെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മൾക്ക് സാധിക്കും. ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളുടെ നിമിഷങ്ങളിൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോയിട്ടുണ്ടാവാം. ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്: അച്ചോ, അടിക്കടി വേദനകൾ ഉണ്ടാകുമ്പോൾ ഒന്നും ചിന്തിക്കാനും തോന്നുന്നില്ല, ഒന്നും ചെയ്യാനും തോന്നുന്നില്ല. ജീവിതം ഒരു മരവിപ്പായി, യാന്ത്രികതയായി തോന്നുന്നു. എന്തു ചെയ്യണം? സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളുമുണ്ട്. നമുക്കറിയാം, അമിതമായ സന്തോഷത്തിൻ്റെ സമയത്ത് നമ്മൾ ഒരു തീരുമാനവും എടുക്കരുത്. അമിതമായ ദുഃഖത്തിൻ്റെ കൈപ്പേറിയ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും ഒരു തീരുമാനവും എടുക്കരുത്. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളെ, സന്തോഷമാണെങ്കിൽ അതിൻ്റെ ആസ്പെക്റ്റ്, ദുഃഖമാണെങ്കിൽ അതിൻ്റെ നിഴലുകൾ, ഇവയെല്ലാം നമ്മളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പം നമുക്കൊക്കെ സന്തുലമായ ഒരവസ്ഥയുണ്ട്. ഈ സന്തോഷവും ഈ ദുഃഖമൊക്കെ ഒന്നും മാറി അധികം ഇമോഷൻസ് ഒന്നും ഇല്ലാതെ നിശബ്ദമായി പ്രസന്നതയോടെ മുമ്പോട്ട് പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ മുമ്പോട്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഇനി ഈ തീരുമാനങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത്? ചിന്തകളാണ് സ്നേഹമുള്ളവരെ തീരുമാനങ്ങളായിട്ട് വരുന്നത്. പിന്നെ തീരുമാനങ്ങൾ പ്രായോഗികമാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ചിന്തകൾ വിശുദ്ധമാകാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ചിന്തകളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത എന്ന്. ഇനി ഈ ചിന്ത തീരുമാനങ്ങളായി പതുക്കെ പതുക്കെ വരികയാണ്. തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യാനുള്ള മനസ്സിൻ്റെ ഒരു പ്രവണത വരികയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ സത്ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുമ്പോൾ
നല്ല നല്ല തീരുമാനങ്ങൾ നമ്മൾക്ക് എടുക്കുവാൻ സാധിക്കും സഹോദരങ്ങളെ. ഇനി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നല്ല നല്ല തീരുമാനങ്ങൾ എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ ആദ്യം പറഞ്ഞു, നിശബ്ദതയിലൂടെ നമ്മൾ കടന്നു പോകണം, നിശബ്ദമായിരിക്കുവാൻ ശ്രമിക്കണം. ആ നിശബ്ദതയെ സമർപ്പിച്ച്, തീരുമാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, മനസാക്ഷി ദൈവത്തിൻ്റെ സ്വരമാണെന്ന്. ദൈവത്തിൻ്റെ സ്വരം മനസാക്ഷിയിലൂടെ നമുക്ക് കേൾക്കുവാനായി സാധിക്കും. അതോടൊപ്പം തന്നെ വചനം വായിക്കും. വചനം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക, പ്രതികൂലമായ ഒരു സാഹചര്യങ്ങളിൽ ജീവിതത്തെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് നമ്മൾ വായിച്ചതും പഠിച്ചതുമായ ചില വചനങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവോന്മുഖമായി ചരിക്കുവാനും സാധിക്കും. ഇനി നിശബ്ദതയോടും പ്രാർത്ഥനയോടും കൂടെ തീരുമാനങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക. ഈ എടുത്ത തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പം മനസ്സ് ചില സമയത്ത് പുറകോട്ട് നമ്മളെ വലിക്കും. ആ അവസരത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ ഒരു വചനം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിയമാവർത്തന പുസ്തകത്തില് 31-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: ശക്തരും ധീരരുമായിരിക്കുവിൻ, പരിഭ്രമിക്കുകയോ അവരെ ഭയപ്പെടുകയോ വേണ്ട, എന്തെന്നാൽ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നതെന്ന്. സ്നേഹമുള്ളവരെ, തീരുമാനമെടുത്തു കഴിയുമ്പോൾ ദൈവമായ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ആ വലിയൊരു ബോധ്യങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം അല്പം ഷോർട്ട് ടെമ്പേർഡ് ആണ്, ക്ഷിപ്രകോപിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പങ്കുവെച്ചത് ഇപ്രകാരമാണ്: അച്ചോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ അസ്വസ്ഥതയാണ്. ഞാൻ ചോദിച്ചു, അസ്വസ്ഥതയുടെ കാരണം എന്താ? പല കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒരു വ്യക്തി കോപിക്കുന്നതിന് മുൻപ് പല കാരണങ്ങളുണ്ട്. കോപത്തിന് ഒരു വിശുദ്ധ ചികിത്സ എന്ന എപ്പിസോഡിൽ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ വ്യക്തി എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ചോ, പല കാരണങ്ങളുണ്ട്. ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ജോലി നന്നായിട്ട് ചെയ്യും, വലിയ സ്ട്രെസ്സാണ്, എന്നും വീട്ടിൽ വഴക്കും ബഹളവുമാണ്, ജീവിത പങ്കാളി ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല, മക്കളോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പം ജോലി ചെയ്യുന്ന സമയത്ത് അവരോട് ദേഷ്യപ്പെടേണ്ടായിരുന്നു, മക്കളോട് ഇങ്ങനെ എങ്ങനെ അനുരഞ്ജനപ്പെടും, ഈ ചിന്തകളൊക്കെ വരിക. അവസാനം ഞാൻ കണ്ടുപിടിക്കുന്ന മാർഗം, ഞാൻ അധ്വാനിച്ചതെല്ലാം മാസാവസാനം കൂട്ടിവെച്ച് എൻ്റെ ജീവിത പങ്കാളിയും മക്കളെ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകും, അവർക്ക് വേണ്ടതെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കും, ഒരു പ്രായശ്ചിത്തം പോലെ. അപ്പം അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കും. അവരും 1-2 ദിവസം വലിയ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ മനസ്സിലേക്ക്, സമ്പാദ്യമൊന്നുമില്ല, പണമൊക്കെ തീർന്നല്ലോ, ഇനി ഭാവിയിലെ കാര്യങ്ങൾ എങ്ങനെ നടത്തും? പിന്നെയും ഞാൻ അസ്വസ്ഥനാണ്, പിന്നെയും സ്ട്രെസ്സ് കൂടുന്നു, വലിയ വേദനയും ബുദ്ധിമുട്ടുകളുമായി ജീവിതം അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. വീണ്ടും അവരോട് ദേഷ്യത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നു. എന്തു ചെയ്യണം? സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്താണ് നമ്മുടെ മനസ്സിന് പിറകിലുള്ളത്? ഏത് തരത്തിലുള്ള ചിന്തകളാണ്, ഏത് തരത്തിലുള്ള വിഷമതകളാണ് വേട്ടപ്പെട്ടിയെ പോലെ ഇട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്? അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ നിശബ്ദതയിലൂടെ ആ കാരണങ്ങൾ കണ്ടുപിടിക്കണം. റൂട്ട് കോസ് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സഹോദരങ്ങളെ. ചുരുക്കത്തിൽ, ജീവിതത്തിൽ ചില എടുത്തുചാട്ടങ്ങൾ അനിവാര്യമാണ്. എന്നാൽ ചില എടുത്തുചാട്ടങ്ങൾക്ക് മുൻപിൽ നല്ല പ്രാർത്ഥനയും നിശബ്ദതയും ആവശ്യമാണ്. മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിലെ 14 മുതലുള്ള വാക്യങ്ങളിൽ ഹെറോദോസ് രാജാവ് തൻ്റെ മകളുടെ നൃത്തം കണ്ട് അതിൽ സന്തുഷ്ടനായി അങ്ങനെ മകൾ ചോദിച്ചതനുസരിച്ച് സ്നാപക യോഹന്നാന്റെ ശിരസ് സമ്മാനമായി കൊടുക്കുവാനായിട്ട് തയ്യാറായി. ഇവിടെ കാണാൻ സാധിക്കുന്ന എന്താ? പെട്ടെന്നുള്ള ഒരു തീരുമാനം, വികാരങ്ങൾ മനസ്സിലേക്ക് വന്നു. അത് ഈ രാജാവിനെ വലിയ ദുഃഖത്തിലേക്ക് ആഴ്ത്തി. ദുഃഖമുണ്ടായി, പക്ഷെ അതിനെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ അനുദപിച്ചതായിട്ട് പറയുന്നുമില്ല. ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ചില എടുത്തുചാട്ടങ്ങളിൽ
സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ പത്രോസ് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നതിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. എടുത്തു ചാടിയ പത്രോസ് കൊടുങ്കാറ്റ് ശക്തമായി അടിക്കുമ്പോൾ ജലത്തിലേക്ക് താണു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക, കരഞ്ഞ് അപേക്ഷിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങളുണ്ടാവാം. ചില തീരുമാനങ്ങളൊക്കെ എടുത്തു, കർത്താവ് കൂടെയുണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ പ്രായോഗികമായി മുമ്പോട്ട് പോകുമ്പം കർത്താവ് കൂടെ ഉണ്ടോ എന്ന തോന്നലുണ്ടാകുമ്പം, വലിയ സംശയം ഉണ്ടാകുമ്പം നമ്മൾ പ്രാർത്ഥിക്കണം, ഈ പത്രോസിനെ പോലെ കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ നേരെ നമ്മുടെ കരങ്ങൾ നീട്ടുവാൻ തയ്യാറാകണം. നമ്മൾ ഇങ്ങനെയൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ വലിയ വേഗതയിൽ ആ കരം പിടിച്ച് നമ്മളെ നയിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, എടുത്തുചാട്ടം ഉപകാരപ്രദമോ? നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിശബ്ദതയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, ആ തീരുമാനങ്ങൾ വർക്കൗട്ട് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.